ഒരു ഫാമിലി കോമഡി ഫീൽ ഗുഡ് ജോണറിൽ വന്നിട്ടുള്ള ഒരു നല്ല സിനിമയാണ് വിശ്വനാഥൻ സൺസ്. ഇപ്പോൾ 2.25 മണിക്കൂർ ഇതിൻ്റെ ലെങ്ത് ഉണ്ടെങ്കിൽ പോലും എവിടെ ലാഗ് അടിക്കാതെ ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റിയ രീതിയിലാണ് പടം ഒരുക്കിയിട്ടുള്ളത്. കാരണം ആ ഒരു ഫ്ലോ ഈ പടത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല എൻഗേജിങ് വാച്ചബിൾ എക്സ്പീരിയൻസ് ആണ് പടം നൽകുന്നത്. കഥയിൽ കാര്യമായിട്ട് പുതുമയൊന്നും പറയാനൊന്നുമില്ല. പക്ഷേ 1-2 യുണീക് സാധനങ്ങൾ ഈ പടത്തിലുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ വർക്കാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ മാറ്റി നിർത്തിയ ഒരു സെക്കൻഡ് ഹാഫൊക്കെ സ്പെസിഫിക്കലി ഒരു പക്ക ഫാമിലി ഡ്രാമയാണ്. ഒരു സീരിയൽ ലെവൽ സംഭവമാണ് സ്റ്റോറി ആയിട്ട് വരുന്നത്. പക്ഷേ എന്നാൽ പോലും ഒരു പെർഫോമൻസസ് കാരണമായിരിക്കാം ഒരു നീറ്റ്നെസ് ഫീൽ ചെയ്തു. ഇതിലൊരു പെർഫോമൻസിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ സൂര്യ കൊള്ളായിരുന്നു. മമിത ബൈജു കറക്റ്റ് മീറ്റർ തന്നെ അഭിനയിച്ചിട്ടുണ്ട് ഈ പടത്തിൽ. കാരണം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ നല്ല രീതിയിൽ വെറുപ്പിക്കലാവാൻ സാധ്യതയുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അതിനെ നല്ല രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മൂവി ആസ് എ ഹോൾ ഒരു കൺസെപ്റ്റ് ആണെങ്കിലും എല്ലാം ഒരു ഫ്രഷ്. പിന്നെ ചില കോമഡികൾ ജോക്സൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ടും ആയിട്ടുണ്ട്. ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പം അമിതയും രാധിക ശരത് കുമാറായിട്ടുള്ള കുറച്ച് കോൺവെർസേഷൻസും അപ്പോൾ അവർ തമ്മിലുള്ള കുറച്ച് സീൻസും ഇതെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത്യാവശ്യം എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയൊരു മൂവിയായിട്ടാണ് തോന്നിയത് ഈ വിശ്വനാഥൻ സൺസ്. ഗോ ഫോർ ഇറ്റ്. അത്യാവശ്യം ഒരു കാര്യമായ ഭീകരമായ സ്റ്റോറിയൊന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ ചുമ്മാ ഈ വാച്ചബിളായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് കണ്ടിരിക്കാൻ പറ്റിയൊരു മൂവി. ഫോർ മീ ഇറ്റ് വാസ് എൻ എബോ ആവറേജ് എക്സ്പീരിയൻസ്. ഐ വുഡ് റേറ്റ് 3.5 out of 5. അപ്പം അങ്ങനത്തെ ഒരു മൂവി എക്സ്പെക്റ്റ് ചെയ്ത് പോവുക. ആ കാര്യത്തിൽ പടം നല്ലപോലെ ഡെലിവർ ചെയ്യുന്നുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. ഐ വുഡ് സേ ഗോ ഫോർ ഇറ്റ്.